Next is about switch statement. Switch statements are similar to nested if-else statements. It's mostly a matter of preference which we use. അതായത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സിമിലർ ടു നെസ്റ്റഡ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ദെൻ സ്വിച്ചിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ യൂസറിൻ്റെ ചോയ്സിനെ ആയിരിക്കും. യൂസറിൻ്റെ ചോയ്സ് എന്തുവാണ് അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ബി സ്ലൈറ്റ്ലി മോർ എഫിഷ്യൻറ്റ് ആൻഡ് ഈസിയർ ടു റീഡ്. ഇതെന്ന് പറഞ്ഞാൽ സ്വിച്ചിൻ്റെ സിൻടാക്സ് ആണ്. സ്വിച്ച് പരാന്തസിസിനുള്ളിൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ ചോയ്സ് കൊടുക്കുകയാണ്. സ്വിച്ചിൻ്റെ അകത്ത് നമ്മുടെ ചോയ്സ് എന്താണെന്ന് മെൻഷൻ ചെയ്യുന്നു. ദെൻ സ്വിച്ചിൻ്റെ ബ്രേസസിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കണ്ടീഷൻസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുകയാണ്. നമ്മുടെ ചോയ്സ് എന്താണെന്ന് നോക്കുക, ആ ചോയ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസ് ഏതാണ്, ആ കേസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് നോർമലി സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോളോ ചെയ്യുന്നത്. സ്വിച്ചിൻ്റെ സിൻടാക്സ് നോക്കിയാൽ മനസ്സിലാവും. സ്വിച്ചിനകത്ത് കണ്ടീഷൻ കൊടുക്കും, അല്ലെങ്കിൽ ചോയ്സ് കൊടുക്കും. ഈ ചോയ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസസ് ഏതാണ്, ആ കേസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വിച്ച് കേസിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. റൈറ്റ് എ പ്രോഗ്രാം ടു റീഡ് നമ്പർ ബിറ്റ്വീൻ 1 and 7 ആൻഡ് ദെൻ ഡിസ്പ്ലേ ദ ഡേ കറസ്പോണ്ടിങ് ടു ദി നമ്പർ. അതായത് 1 to 7 വരെയുള്ള നമ്പേഴ്സിനെ റീഡ് ചെയ്തിട്ട് ആ നമ്പേഴ്സിൻ്റെ കറസ്പോണ്ടിങ് ഡേയ്സിന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക എന്നാണ് പറയുന്നത്. യൂഷ്വലി സി പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ഹെഡർ ഫയൽസ് ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ മെയിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം റിട്ടേൺ ചെയ്തു. ഇൻറ്റ് എൻ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന നമ്പറിന് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള വേരിയബിളാണ് എൻ എന്ന് പറയുന്നത്. അത് ഇൻറ്റിജർ ടൈപ്പായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഞങ്ങളിവിടെ കൊടുക്കാൻ പോകുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കും. അതുകൊണ്ടാണ് വേരിയബിളിനെ ഇൻറ്റിജറായിട്ട് ഡിക്ലെയർ ചെയ്തത്. ദെൻ പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് എൻ്റർ ചെയ്യേണ്ട എൻ വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്തു. ദെൻ എൻ കൊടുക്കുന്ന വാല്യൂവിനെ സ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടി സ്കാൻ ചെയ്തെടുത്തു. ഇപ്പം സപ്പോസ് എൻ എന്ന് പറഞ്ഞാൽ ഞാൻ 4 എന്ന് കൊടുത്തെന്ന് വെച്ചോ. സ്വിച്ച് ചോയ്സ് ഞാൻ 4 കൊടുത്തു. എൻ എന്ന് പറഞ്ഞാൽ 4, എൻ്റെ ചോയ്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ദെൻ കണ്ടീഷൻ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യുമ്പോൾ 4 ഞാൻ കൊടുത്തിരിക്കുന്നത്. 4ൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നേരെ 4ൻ്റെ കേസിലോട്ട് പോകും. 4ൻ്റെ കേസ് നോക്കുമ്പം പ്രിൻറ്റ് വെനസ്ഡേ ബ്രേക്ക്. അപ്പം ഞാൻ എൻ്റെ വാല്യൂ 4 കൊടുത്തു കഴിഞ്ഞാൽ വെനസ്ഡേ എന്ന് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. n = 4 ആണെങ്കിൽ വെനസ്ഡേ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ദെൻ ബ്രേക്ക് എന്ന് വെച്ചാൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ ഇവിടെ പോകുന്നതാണ് അർത്ഥം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം സപ്പോസ് എന്നിൻ്റെ വാല്യൂ 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നോക്കും. സ്വിച്ച് 6 എന്നാണ് ഞാൻ കൊടുത്തിരുന്നതെങ്കിൽ നേരെ കേസ് 6 പോകും. കേസ് 6 എഴുതിയേക്കുന്ന അല്ലെങ്കിൽ കേസ് 6ൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ആണ്. അപ്പോൾ എനിക്ക് ഡിസ്പ്ലേയിൽ ഫ്രൈഡേ എന്ന് കാണിക്കും. ദെൻ ബ്രേക്ക് ചെയ്തിട്ട് പ്രോഗ്രാം ഇവിടെ വരും, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വരും. ഇങ്ങനെ ഓരോന്ന് കാണിക്കും. ഇപ്പം ഞാൻ 1 to 7 വരെയുള്ള കേസസിന് എനിക്ക് ഓരോ കേസസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേയ്സ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സപ്പോസ് എന്നിൻ്റെ വാല്യൂ ഞാൻ 8 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കേസ് 7 വരെയുള്ളൂ, 8 ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്നിൻ്റെ വാല്യൂ 8 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കേസ് 1 to 7 വരെയുള്ളൂ, 8 എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല, ചോയ്സ് ഇല്ല, റോങ് ചോയ്സാണെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഈ റോങ് ചോയ്സ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി നേരെ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരും. ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ കാണിച്ചിരിക്കുന്നത് വെച്ചാൽ റോങ് ചോയ്സ്. 1 to 7 വരെയുള്ള നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കറസ്പോണ്ടിങ് ഡേയ്സിന് 1 to 7 വരെയുള്ളതിൻ്റെ കറസ്പോണ്ടിങ് ഡേയ്സിന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. 8 എന്നൊരു നമ്പറാണോ ഇൻപുട്ട് ചെയ്തതെങ്കിൽ റോങ് ചോയ്സ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും.
ഇപ്പം 9 എന്ന് കൊടുത്താലും റോങ് ചോയ്സ് തന്നെ വരും. 1 to 7 വരെയുള്ളതിന് കറസ്പോണ്ടിങ് ഡേയ്സ് ഡിസ്പ്ലേ ചെയ്യും. ദെൻ 7 കഴിഞ്ഞിട്ട് ഞാൻ ഏത് വാല്യൂ കൊടുത്താലും റോങ് ചോയ്സ് ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുള്ളൂ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗോ ടു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കണ്ടീഷണൽ ബ്രാഞ്ചിങ്ങിൻ്റെ ആയിരുന്നു. ഇതിപ്പം ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ജമ്പാണ്. ഇവിടെ കണ്ടീഷനൊന്നുമില്ല. Go to statement allow us to transfer control of the program to the specified label. അതായത് ഗോ ടുവിൻ്റെ സിൻടാക്സ് നോക്കൂ. ഗോ ടു ലേബൽ എന്ന് തന്നിട്ടുണ്ട്. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ ഗോ ടു ലേബൽ എന്ന് പറയുന്ന സ്റ്റെപ്പിലെത്തുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ഗോ ടു ലേബലിലോട്ട് പോകാനാണ് പറയുന്നത്. ലേബൽ കിടക്കുന്ന എവിടെയാണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ഗോ ടു ലേബൽ ഇവിടെ ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ലേബലിൻ്റെ ആയിരിക്കും. ദെൻ ലേബൽ പിന്നെ ഓരോന്നിങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോകും. ദ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് അലോ അസ് ടു ട്രാൻസ്ഫർ ദ കൺട്രോൾ ഓഫ് ദി പ്രോഗ്രാം ടു സ്പെസിഫൈഡ് ലേബൽ. അതായത് ഇപ്പം നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എവിടെയും കൊടുത്തു കഴിഞ്ഞാൽ ഗോ ടു സ്പെസിഫൈഡ് ലേബൽ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ലൈൻ എന്ന് പറയുന്നത് ആ ലേബലിൻ്റെ കറസ്പോണ്ടിങ് ലൈൻ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Write a program to read a number and check whether the number is odd or even. If the number is negative, go to end. അതായത് ഒരു നമ്പർ റീഡ് ചെയ്തെടുക്കുക, ദെൻ അത് ഓഡ് ഓർ ഇവൻ ആണോ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ നമ്പർ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നേരെ എൻഡ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. ഗോ ടു എൻഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ദ നമ്പർ ഈസ് നെഗറ്റീവ്, ഗോ ടു എൻഡ്. ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. കണ്ടീഷൻ നോക്കുകയാണ്. ഇഫ് n ലെസ് ദാൻ 0, ഒരു നമ്പർ നെഗറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ എന്ന് പറഞ്ഞാൽ 0യെക്കാട്ടിയും ചെറുതായിരിക്കണം. 0യെക്കാട്ടിയും ചെറുതായിട്ടുള്ള നമ്പേഴ്സിനാണ് നമ്മൾ നോർമൽ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പം കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ഇഫ് n ലെസ് ദാൻ 0, n ലെസ് ദാൻ 0 മീൻസ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ഗോ ടു എൻഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇപ്പം എന്നിൻ്റെ വാല്യൂ -2 ആണെന്ന് വെച്ചോ. സപ്പോസ് n ഈസ് ഈക്വൽ ടു -2. ഇപ്പം ഇഫ് -2 ലെസ് ദാൻ 0 കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്താണ്? ഗോ ടു എൻഡ്. ഗോ ടു എൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ഇനി അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്? എൻഡിൽ എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ് ഉള്ളതെന്ന് വെച്ചാൽ പ്രിൻ്റ് ഓഫ് എൻഡ്. അതായത് ഒരു നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ എൻഡ് ആണെന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. ഇതാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ അടുത്ത് വാല്യൂ ഓഫ് എന്നിൻ്റെ വാല്യൂ ഞാൻ 10 എന്ന് കൊടുത്തു. 10 എന്ന് കൊടുത്തപ്പോഴത്തേക്കും അത് ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞിട്ട് റൈറ്റ് എ പ്രോഗ്രാം ടു റീഡ് എ നമ്പർ. ഒരു നമ്പർ റീഡ് ചെയ്തെടുക്കുക, ദെൻ ആ നമ്പർ ഓഡ് ഓർ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ നമ്പർ കൊടുക്കുന്ന നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ എൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുക. ഇപ്പം ഫസ്റ്റ് ഔട്ട്പുട്ട് കൊടുത്തതാണ്. എന്നിൻ്റെ വാല്യൂ ഞാൻ 10 എന്ന് കൊടുത്തു. 10 എന്ന് കൊടുത്തപ്പോൾ അത് ഈവൻ ആണെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഈവൻ ആണെന്ന് കിട്ടി. ദെൻ എൻഡ് ചെയ്തു. നെക്സ്റ്റ് എന്നിൻ്റെ വാല്യൂ -10 കൊടുത്തു. -10 കൊടുത്തപ്പോഴത്തേക്കും ഓഡ് ഓർ ഈവൻ ഒന്നും പ്രിൻറ്റ് ചെയ്ത് കാണിക്കേണ്ടായിരുന്നു. ഡയറക്റ്റ് ഗോ ടു എൻഡ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഡയറക്റ്റ് എൻഡ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോയി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പഠിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.